ശിഷ്യനാണെന്നാണ്. ഒന്നുകൂടെ എന്താ പറയുക, അപ്പസ്തോലിക, പ്രേഷിത, മിഷണറി, ശിഷ്യരാണ് നമ്മൾ എന്നാണ് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയത്. ഇങ്ങനെ അപ്പസ്തോലിക, പ്രേഷിത, മിഷണറി, ശിഷ്യരായ നാം അത്തരത്തിൽ ആഴപ്പെട്ട് വളരണമെങ്കിൽ അടിസ്ഥാനപരമായ 4 ഗുണങ്ങൾ നമ്മൾ ഉണ്ടാകണമെന്ന് പറയുന്നത്. നമ്മൾ സുവിശേഷം ജീവിച്ച് ഫലപ്രദമായി പങ്കുവെക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ 4 പില്ലർ, 4 തൂണുകൾ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ 4 വ്യവസ്ഥകൾ നമുക്ക് ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ആ 4 അടിസ്ഥാനപരമായ വ്യവസ്ഥകൾ എന്താണ്, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണ് എന്നാണ് ഈ ആഴ്ച നമ്മൾ നോക്കുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ തന്നെ ക്രിസ്ത്വാനുഭവത്തിൽ വളരുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഒരു ഗുണം. 2, ക്രിസ്തു ശിഷ്യന്റെ സുവിശേഷ തീഷ്ണതയാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തത് യാഥാർത്ഥ്യ ബോധമുള്ള ക്രിസ്തു ശിഷ്യനായിരിക്കണം എന്നതാണ്. 4, സുവിശേഷ ജീവിതം നയിക്കുന്ന ക്രിസ്തു ശിഷ്യനാകണമെന്നാണ്. ഈ 4 കാര്യങ്ങൾ, അടുത്ത 4, നമ്മൾ ഇന്നു മുതൽ 4 ആഴ്ച നമ്മൾ ഈ ഓരോന്നിനെയും കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പസ്തോലിക, പ്രേഷിത, മിഷണറി ശിഷ്യരാണ് നാം. അങ്ങനെയുള്ള നാം അതിൽ ആഴപ്പെട്ട് വളരണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ ഉണ്ടാകണം. വളരെ ലളിതമായി പറഞ്ഞാൽ, 1, ക്രിസ്തു അനുഭവം, അനുദിനം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം ഉള്ളവരായിരിക്കണം നമ്മൾ. 2, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ മാത്രം പോരാ, യേശുക്രിസ്തുവിനോടുള്ള ആ വലിയ തീഷ്ണതയിൽ നമ്മൾ ജ്വലിക്കുന്നവരാണ്. സുവിശേഷ തീഷ്ണത നമുക്കുണ്ടാകണം. സുവിശേഷം എല്ലാവരും അറിയണം, എല്ലാവരെയും അടുത്ത് അത് എത്തണം എന്ന വലിയ തീഷ്ണത നമുക്കുണ്ടാവണം. മൂന്നാമതായി യാഥാർത്ഥ്യ ബോധമുള്ളവരാകണം. ലോകത്തെയും ദൈവത്തെയും തിന്മയുടെ സ്വാധീനങ്ങളെയും കുറിച്ചും ഒക്കെ നമുക്ക് നല്ല അവബോധമുള്ളവരായിരിക്കണം. 4, സുവിശേഷ ജീവിതം നയിക്കുന്നവരായിരിക്കണം നാം എന്നുള്ളതാണ്. ഇന്ന് നാം കണ്ടെത്തുന്നത് ക്രിസ്ത്വാനുഭവം യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ക്രിസ്തു ശിഷ്യന്റെ ക്രിസ്ത്വാനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത ഒരാൾക്കും യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകാനായിട്ട് പറ്റില്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകാതെ ഒരാൾക്കും യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായിട്ട് വരാനായിട്ട് പറ്റില്ല. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനാകുന്നതോടുകൂടിയ തന്നെ ശിഷ്യനായി അപ്പസ്തോലികനായി വളരുന്നതോടൊപ്പം അവൻ പ്രേഷിത ദൗത്യം നിർവഹിക്കുകയാണ്. അവനൊരു പ്രേഷിത മിഷണറി ദൗത്യമുണ്ട്. അപ്പൊ മാമോദിസയിലൂടെ നമ്മൾ യേശുക്രിസ്തുവിന്റെ സഭയിൽ അംഗമായി യേശുക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടൽ നമ്മൾ വളരുന്നതിന് ആനുപാതികമായി വളരുന്നു. കൗദാശികമായും മറ്റെല്ലാ അർത്ഥത്തിലും യേശുക്രിസ്തുവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ നമുക്കുണ്ടാകുന്നു. ആ കണ്ടുമുട്ടൽ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ നമ്മളെ വളർത്തുമ്പോൾ ആ അപ്പസ്തോലികമായ ദൗത്യം, നമ്മളൊരു പ്രേഷിത മിഷണറി ദൗത്യം നമുക്കുണ്ട്. അത് നിർവഹിക്കണമെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണം. ഈ ക്രിസ്ത്വാനുഭവത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഒരു സൈഡിൽ നമ്മൾ നോക്കിയാൽ ദൈവഹിതം മാത്രം അന്വേഷിച്ച് ദൈവത്തോടൊപ്പം നിരന്തരം യാത്ര ചെയ്ത് ജീവിക്കുന്നതാണ് ക്രിസ്തു അനുഭവത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ അതൊന്ന് നമുക്ക് ഉറപ്പിക്കാം. ദൈവഹിതം മാത്രം അന്വേഷിച്ച് മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. മറ്റൊന്നുമല്ല നമ്മുടെ ഫോക്കസ്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, പിതാവ് എന്നോട് പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവമക്കൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും അപ്പസ്തോലർ എന്ന നിലയിൽ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുക, എന്നിട്ട് ദൈവത്തിന്റെ കൂടെ നിരന്തരം യാത്ര ചെയ്യുക. അവനോടൊപ്പമുള്ള, പിതാവായ ദൈവത്തോടൊപ്പമുള്ള നിരന്തരമായ യാത്രയും ആ പിതാവായ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ആ ഹിതം മാത്രം അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതുമാണ് ക്രിസ്ത്വാനുഭവത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ ക്രിസ്ത്വാനുഭവത്തിലുള്ള വളർച്ച എന്താണ് എന്ന് നോക്കിയാൽ, യേശുക്രിസ്തുവിന്റെ വ്യക്തിപരവും വ്യവസ്ഥകളില്ലാത്തതും സർവശക്തവുമായ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമാണ് രക്ഷകനായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാവുകയുള്ളൂ. അപ്പൊ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം, അത് യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ വ്യക്തിപരമായും വ്യവസ്ഥകളില്ലാത്തതും സർവശക്തവുമായ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് ഈ രക്ഷകനായ ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാവൂ. അപ്പം ക്രിസ്തുവിലൂടെ ഈ ലോകത്ത് വന്ന പരിപൂർണമായി നമുക്ക് വെളിവാക്കപ്പെട്ട ആ ദൈവസ്നേഹം, അത് നിരന്തരം അനുഭവിച്ചറിഞ്ഞ് അത് പങ്കുവെക്കുന്നവരായി നാം മാറണം എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ഇതാരെങ്കിലും ആർക്കെങ്കിലും ഈ വചനഭാഗം ഒന്ന് എടുത്ത് വായിക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരുടെയും കൂടെ വേഗം ഒന്ന് വായിക്കാവോ?
യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. ഇപ്പൊ യോഹന്നാൻ അപ്പസ്തലന്മാർ എന്താ പറയുന്നത്? വെറുതെ ഞങ്ങൾ കണ്ടു, വെറുതെ എന്തെങ്കിലും കെട്ടുകഥയല്ല പറയുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് അപ്പം കണ്ടത് കേട്ടത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവരുടെ ജീവിതത്തിന്റെ അനുഭവമായ, അവരുടെ ഹൃദയത്തിന്റെ അനുഭവമായ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളത് കണ്ടു, അതിന് ഞങ്ങൾ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. അപ്പൊ അതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു വളരെ വ്യക്തിപരമായ ഒരു ബന്ധം, ഒരു ആഴം ഉണ്ടാകുന്ന ഒരു ക്രിസ്തു ശിഷ്യന് മാത്രമാണ് ആ ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് കഴിയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5:19 എന്താണ്? അവിടെ വളരെ വേദനയോടെ ആ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, മുടന്തനായൊരു പിശാചുബാധിതനായ ഒരു മനുഷ്യൻ, ആ പിശാചുബാധിതനായ മനുഷ്യനെ യേശുക്രിസ്തു പോയി സുഖപ്പെടുത്തുകയാണ്. എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട, ആർക്കും അടുത്ത് ചെല്ലാൻ കഴിയാത്ത വിധം വളരെ ഒറ്റപ്പെട്ട് വളരെ വേദനയോടെ കഴിയുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് യേശുക്രിസ്തു കടന്നു ചെന്നിട്ട് യേശുക്രിസ്തു ആ മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ്. വ്യക്തിപരമായൊരു അനുഭവം, ബന്ധം ആ മനുഷ്യനുണ്ടാവുകയാണ്. അദ്ദേഹം സുഖപ്പെടുത്ത് സുബോധത്തോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ കൂടെ പോകാനായിട്ട് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, നീ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്ന്, എങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചതെന്ന്, നിന്നോട് കരുണ കാണിച്ചതെന്ന്, നിന്റെ വ്യക്തിപരമായ അനുഭവം നീ അവരുമായിട്ട് പങ്കുവെക്കുക. നീ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും യേശുക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ ഭാഗമായതും അങ്ങനെ നീ സുഖം പ്രാപിച്ചതും നീ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിമുക്തനായതും നീ നിന്റെ പ്രിയപ്പെട്ടവരോട് പോയി പങ്കുവെക്കുക. നീ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ, നീ കണ്ടുമുട്ടിയ സ്നേഹത്തെ, നീ കണ്ടുമുട്ടിയ ദൈവത്തെ നീ പങ്കുവെക്കുക എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 4:20 യേശുക്രിസ്തുവിന്റെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാന, മഹത്വീകരണത്തിന് ശേഷം അപ്പസ്തോലന്മാർ ഈ സുവിശേഷം പങ്കുവെക്കുമ്പോൾ അവർ ജന്മനാ മുടന്തനായ ഒരാളെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുഖപ്പെടുത്തുകയാണ്. ആ മുടന്തൻ ഇവരെ നിന്ന് നാണയം കിട്ടുമെന്ന് വിചാരിച്ചാണ്, പണം കിട്ടുമെന്ന് വിചാരിച്ചാണ് അവരോട് പറയുന്നത്. പക്ഷെ അവർ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സുഖം പ്രാപിക്കും. ഞങ്ങൾക്ക് തരാനുള്ളത് അതേ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിലെ സ്വത്ത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, മറ്റൊരു സ്വത്ത് ഞങ്ങൾക്കില്ല. ആ നാമത്തിൽ അവർ പറയുകയും അവൻ സുഖപ്പെടുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അവർ ആഗ്രഹത്തിലാവുകയും അവർ പീഡിപ്പിക്കപ്പെടുക, അധികാരികളാൽ ഭയങ്കരമായി കുറ്റം വിധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. ഇനി മേലിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയരുത്, പ്രഘോഷിക്കരുത് എന്ന് അവർ നിഷ്കർഷിക്കുകയാണ്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാലോ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലോ, ജയിലിലടച്ചാലോ, ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ തൊട്ട, ഞങ്ങൾ കേട്ട, ഞങ്ങൾ കണ്ട, ഞങ്ങൾ രുചിച്ചറിഞ്ഞ യേശുവിനെ, ദൈവത്തെ, ആ സ്നേഹത്തെ ഞങ്ങൾക്ക് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നതല്ല പ്രധാനപ്പെട്ടത്, ഞങ്ങൾ അനുഭവിച്ച അനുഭവമാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുകയാണ്. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അത്രമാത്രം ഒരു വളരെ വ്യക്തിപരമായൊരു ബന്ധം, അനുഭവം ഈ അപ്പസ്തോല ഗണത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്. സമറിയാക്കാരിയായ സ്ത്രീ, ആ സ്ത്രീ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? കണ്ടുമുട്ടി. യേശുക്രിസ്തുവിനെ കാണാൻ പോയതൊന്നുമല്ല സമരിയാക്കാരിയായ സ്ത്രീ, വെള്ളം കോരാൻ പോയതാണ്. പക്ഷേ അവിടെ ആയിരുന്ന ദൈവത്തെ, ദൈവപുത്രനെ കാണുകയും ആ കണ്ടുമുട്ടൽ ഈ സമരിയാക്കാരിയുടെ ജീവിതത്തെ മാറ്റുകയും തൻ്റെ ഗ്രാമത്തിൽ പോയി തന്നെ നന്നായി അറിയാവുന്ന മനുഷ്യരുടെ അടുത്ത് തന്നെ കൃത്യമായി പരിചയപ്പെടുത്തി തന്ന, തന്നെ മനസ്സിലാക്കിയ, തന്നെ സുഖപ്പെടുത്തിയ, തൻ്റെ ജീവിതത്തെ പാപത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റിയ സ്നേഹത്തെക്കുറിച്ച് അവൾ പങ്കുവെക്കുകയുമാണ്. പാപത്തിന്റെ കുടം കിണറ്റിൻകരയിൽ വെച്ചിട്ട് അവൾ ഗ്രാമത്തിലേക്ക് പോയി. എല്ലാവരും വന്നു യേശുക്രിസ്തുവിന്റെ അടുത്തെത്തി. അവർ പറഞ്ഞു, ഇനി നീ പറയുന്നത് കൊണ്ടല്ല, ഞങ്ങൾ കണ്ടുമുട്ടിയ ഈ സ്നേഹത്തെ നീ പറയുന്നത് കൊണ്ടല്ല ഇനി ഞങ്ങൾ പങ്കുവെക്കുന്നതെന്ന്. അപ്പൊ സമരിയാക്കാരിയായ സ്ത്രീയുടെ ക്രിസ്തുനുഭവം ആ ഗ്രാമത്തെ മുഴുവൻ ക്രിസ്തുനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയാക്കി. സക്കൈവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചയാളാണ്. സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉള്ളയാളാണ്. ഒരു തരത്തിൽ നോക്കിയാൽ പ്രത്യക്ഷമായി എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളയാളാണ്.
പക്ഷെ സക്കേവൂസ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ്. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി തൻ്റെ ഭവനത്തിലെത്തി. തൻ്റെ ഭവനത്തിൽ തന്നോടൊപ്പം ഭക്ഷണം കഴിച്ച ആ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ, ആ ക്രിസ്ത്വാനുഭവം സക്കേവൂസിന്റെ ജീവിതത്തെ മാറ്റുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നു. താൻ അന്നുവരെ ഏറ്റവും പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായി കരുതിയിരുന്നതെല്ലാം സക്കേവൂസ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ നൽകുകയാണ്. ഒരു ക്രിസ്താനുഭവം സക്കേവൂസിന്റെ കുടുംബത്തെ മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. പാപിനിയായ സ്ത്രീ അങ്ങനെ തന്നെ കല്ലെറിഞ്ഞ് തന്റെ ജീവിതം നശിപ്പിക്കപ്പെടും, തീർന്നു പോകുമെന്ന് കരുതിയവൾ യേശുക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലിലൂടെ പുതുജീവിതം ആരംഭിക്കുകയാണ്. അതിന് തളർവാദ രോഗിയാകട്ടെ, രക്തസ്രാവക്കാരിയായ സ്ത്രീയാകട്ടെ, കുഷ്ഠരോഗിയാകട്ടെ, യേശുക്രിസ്തു കണ്ടുമുട്ടിയ ഓരോ മനുഷ്യരുടെയും ജീവിതം അതൊരു വലിയ ക്രിസ്തു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം ഞാൻ വായിക്കാനിടയായത്. എനിക്കൊന്ന് ജോസിയേട്ടനാണ്, അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ വന്ന ജോസിയേട്ടനാണ് എന്നെ ആ ബുക്ക് പരിചയപ്പെടുത്തിയത്. ആ 3 പുസ്തകവും വായിച്ച് 3 വോളിയം വായിച്ച് കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ മനുഷ്യരുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത്, അവർ ആ ക്രിസ്ത്വാനുഭവത്തിൽ വളർന്ന് ക്രിസ്തുവിൻ്റെ പ്രേഷിതരായി, ക്രിസ്തുവിൻ്റെ മിഷണറിമാരായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാതെ ആർക്കും യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരാൻ കഴിയില്ല എന്ന് വിശുദ്ധ സുവിശേഷം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, വിശുദ്ധ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരും ആ കണ്ടുമുട്ടിയ അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിനെ പങ്കുവെച്ചവരുമാണ് നാം കണ്ടെത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ, യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലാതെ നമുക്ക് മറ്റുള്ളവർക്ക് യേശുക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാനാവില്ല. രക്ഷ അനുഭവിച്ചറിഞ്ഞവർക്ക് സുവിശേഷത്തിന്റെ ശക്തിക്ക് ഫലപ്രദമായി സാക്ഷ്യം നൽകാനാവുകയുള്ളൂ. ഒന്നുകൂടെ ആ വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉറപ്പിക്കാം. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി കണ്ടുമുട്ടി ആ രക്ഷ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ സുവിശേഷത്തിന്റെ ശക്തിക്ക് ഫലപ്രദമായ സാക്ഷ്യം നൽകാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഫലപ്രദമായി സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവുമായിട്ടുള്ള ആ വ്യക്തിപരമായ അനുഭവം, നമുക്കറിയാം, സാവൂൾ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കുതിരപ്പുറത്ത് നിന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചയാളാണ്. പക്ഷെ യേശുക്രിസ്തുവുമായുള്ള ആ കണ്ടുമുട്ടൽ, ആ വ്യക്തിപരമായ ബന്ധം ആ സാവൂളിന്റെ ജീവിതത്തെ വിശുദ്ധ പൗലോസായി രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഞങ്ങൾക്കുണ്ടായി ഇവരെല്ലാം പറയുന്നത്, ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരെല്ലാം പങ്കുവെക്കുന്നത് ഇതാണ്: ഞങ്ങൾക്കുണ്ടായ രക്ഷയുടെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ള പ്രചോദനം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. സാവൂൾ പൗലോസായി മാറിയതിന് ശേഷം ഈ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറഞ്ഞു വെക്കുന്നത്, ക്ലേശമോ ദുരിതമോ നഗ്നതയോ പീഡനമോ ആപത്തോ വാളോ ഇപ്പോഴുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അനുദിനം വളരുന്ന പൗലോസ് പറഞ്ഞു വെക്കുകയാണ്, ആർക്കാണ് ഈ സ്നേഹാനുഭവത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുക? ഒന്നിനും പറ്റുകയില്ല. അപ്പോസ്തലന്മാരെല്ലാം അത് തന്നെയാണ് പറയുന്നത്. തലകീഴായി ക്രൂശിക്കപ്പെട്ട പത്രോസ്ലീഹയാകട്ടെ, മറ്റ് പീഡനങ്ങളിലൂടെ കടന്നുപോയ അപ്പോസ്തലന്മാരാകട്ടെ, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ യോഹന്നാനാകട്ടെ, എല്ലാവരും പറയുന്നത് തങ്ങൾ അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹം അത് മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ സ്വന്തം നമ്മൾ ഓരോരുത്തരും അനുദിനം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫലപ്രദമായി സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയുക, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പങ്കുവെക്കാൻ കഴിയുക. നമ്മോട് തന്നെയും നമുക്ക് സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കണമെങ്കിൽ ആ രക്ഷയുടെ അനുഭവം അനുദിനം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഭാഗത്തിൽ നമ്മൾ സഭയുടെ പ്രബോധനങ്ങൾ, പഠനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാകും. വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിലെ തിരുസഭയെ പറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ വായിക്കുന്നത്. തിരുസഭയിൽ 42ാമത്തെ അതിൻ്റെ ഭാഗമാണ്. ആരെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചും കൂടി പോവുക. വായിക്കാൻ കാണാൻ പറ്റുന്നുണ്ടോ?
എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെയും ദൈവത്തെ പ്രതി അയൽക്കാരെയും സ്നേഹിക്കുക എന്ന ഉപവിയുടെ ദാനം പ്രഥമമാണ്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും, ദൈവത്തോടുള്ള സ്നേഹത്തിൽ എല്ലാറ്റിനും ഉപരിയായ ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിരന്തരം വളരുകയും ആ വളർച്ച ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. പറയാം, കർത്താവ് വന്നിട്ട്, ക്രിസ്തു വന്നിട്ട് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നു, അനുദിനം ദൈവത്തെ കണ്ടുമുട്ടുന്ന നിരവധി നമുക്ക് ഈ ഡോക്യുമെന്റ് ഇത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ അനുദിനം ആഴപ്പെടുകയും ആ ആഴപ്പെടലിൽ നിന്ന് അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ശിഷ്യന്റെ വളർച്ച അതാണ്. പ്രേക്ഷിത ശിഷ്യന്റെ വളർച്ച അതാണ്. ഒന്നാമതായി ദൈവത്തെ നിരന്തരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിരന്തരം അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിലേക്ക് നമ്മുടെ ജീവിതം വളരുക എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തുന്നത് ഇപ്രകാരമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാവോ? സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. എത്ര വളരെ ആഴമുള്ള വാക്കുകളല്ലേ. സർവശക്തി ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കണം, അറിയണം, സ്നേഹിക്കണം. ഇതിന് ദൈവം മനുഷ്യനെ ക്ഷണിക്കുകയാണ്. നമ്മൾ വെറുതെ വളരെ ഈസി ആയിട്ട് ദൈവത്തിന്റെ സ്നേഹം അറിയാനും ദൈവത്തിന്റെ അന്വേഷിക്കാനും ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാനും അല്ല. നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ അറിയണം. ആ അന്വേഷണവും അറിവും ഒക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ അനുദിനം ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം ആഴത്തിൽ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ 1721 നാം ഇപ്രകാരം വായിക്കുകയാണ്: ദൈവം തന്നെ അറിയുന്നതിനും തന്നെ സ്നേഹിക്കുന്നതിനും തന്നെ ശുശ്രൂഷിക്കുന്നതിനും അങ്ങനെ പറുദീസായിൽ നാം എത്തുന്നതിനും വേണ്ടി നമ്മെ ഈ ലോകത്തിൽ സ്ഥാപിച്ചു. എന്തിനൊക്കെ വേണ്ടിയാണ്? ദൈവത്തെ അറിയുന്നതിന്, അവിടുത്തെ സ്നേഹിക്കുന്നതിന്, അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന്. നമ്മുടെ ഈ ലോകത്തിൽ അങ്ങനെ അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. എന്തിനാണ് ഇത് നാം നിർവഹിക്കുന്നത്? അങ്ങനെ നിത്യസ്നേഹമായ ദൈവത്തിന്റെ അടുത്ത് പറുദീസായിൽ നിത്യ സൗഭാഗ്യത്തിൽ നാം എത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അനുദിനം അനുഭവിക്കുകയും ആ സ്നേഹം അറിയുകയും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിലൂടെ നാം പറുദീസയിലെത്തുന്നു. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് ആ സ്നേഹത്തെ ശുശ്രൂഷിക്കാനാവുക? നമ്മുടെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിലൂടെയാണ്. ദൈവത്തെ അറിയുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? സഹോദരങ്ങളെ അറിയുന്നു. ദൈവത്തിന്റെ സ്നേഹം അനുദിനം രുചിച്ചറിയുമ്പോൾ ആ സ്നേഹം സഹോദരങ്ങളെ കണ്ടെത്തി സഹോദരങ്ങളെ സ്നേഹിക്കാനാവുന്നു. അപ്പം ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെടുക, അറിയുക എന്ന് പറയുന്നതിന് മറ്റൊരു വീക്ഷണകോണ് കൂടെ ഉണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷെ ആദ്യമേ നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിന്റെ സ്നേഹം അനുദിനം രുചിച്ചറിയാതെ അനുഭവിക്കാതെ നമുക്ക് നിത്യ സൗഭാഗ്യമായ പറുദീസായിലെത്താനാവില്ല. അപ്പൊ അനുദിനം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തെ ആഴത്തിൽ അറിഞ്ഞ് ആ സ്നേഹത്തെ ശുശ്രൂഷിക്കുന്നതിലൂടെ നാം നമ്മുടെ നിത്യസമ്മാനമായ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നതെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ സുവിശേഷത്തിന്റെ സന്തോഷം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനം നമ്മൾ വളരെ മനോഹരമായ അപ്പസ്തോലിക ലേഖനമാണ്. കുടുംബങ്ങൾക്കൊക്കെ വായിക്കാനുള്ള വളരെ മനോഹരമായ പ്രേക്ഷിത ദൗത്യം നമ്മളെ ജ്വലിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ 264 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: സുവിശേഷവൽക്കരണത്തിനുള്ള പ്രഥമ കാരണം നാം സ്വീകരിച്ച യേശുവിൻ്റെ സ്നേഹമാണ്. ഓരോരുത്തരും ഒന്ന് ഈ വാക്കൊന്ന് വായിക്കാവോ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫ്രാൻസിസ് പാപ്പയിലൂടെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. സുവിശേഷവൽക്കരണത്തിനുള്ള, സുവിശേഷ പ്രഘോഷണത്തിനുള്ള, സുവിശേഷ ജീവിതത്തിനുള്ള പ്രഥമ കാരണം നാം സ്വീകരിച്ച യേശുവിന്റെ സ്നേഹമാണ്. മറന്നുപോകരുത്, ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. മറ്റൊന്നുമല്ല. യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി നമ്മൾ അനുഭവിച്ച ആ സ്നേഹമാണ് സുവിശേഷവൽക്കരണത്തിനുള്ള പ്രഥമ കാരണം. നമ്മുടെ കുടുംബം സുവിശേഷവൽക്കരിക്കപ്പെടണമെങ്കിൽ നാം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവത്തിൽ അനുദിനം വളരണം.
നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും സുവിശേഷത്തിനായി അവരെ രൂപപ്പെടുത്തണമെങ്കിൽ നാം യേശുക്രിസ്തുവിന്റെ ഈ സ്നേഹാനുഭവത്തിൽ വളരണം എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ സന്തോഷം എന്ന ആ അപ്പസ്തോലിക ലേഖനത്തിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ 266 ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ കൂടെ ഇത് അവിടുന്ന് വായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഉറക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണെങ്കിലും. യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ജീവിതം കൂടുതൽ സമ്പന്നമാകുമെന്നും എല്ലാറ്റിനും അർത്ഥം കണ്ടെത്തുക എളുപ്പമാണെന്നും നാം നന്നായി അറിയുന്നു. ശിഷ്യത്വം ഒരിക്കലും അവസാനിക്കാത്ത ഒരു യഥാർത്ഥ മിഷണറി യേശു തൻ്റെ കൂടെ സഞ്ചരിക്കുന്നുവെന്നും തന്നോട് സംസാരിക്കുന്നുവെന്നും തന്നോടൊത്ത് ശ്വസിക്കുന്നുവെന്നും തന്നോടൊപ്പം അധ്വാനിക്കുന്നുവെന്നും മനസ്സിലാക്കും. മിഷണറി സംരംഭത്തിനിടയിൽ യേശു സജീവനായി തന്നോടൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം അനുഭവിക്കും. നമുക്കൊരു ദിവസം ധ്യാനിക്കാനുള്ള വിഷയമുണ്ട് ഇത്. അതായത് യേശുവിന്റെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതം സമ്പന്നമാവുകയുള്ളെന്ന്, അതിനർത്ഥമുള്ളതെന്ന് നമ്മൾ നന്നായി അങ്ങ് മനസ്സിലാവുകയാണ്. എങ്ങനെയാണ് മനസ്സിലാകുന്നത്? യേശുക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിലൂടെയാണ്. സമരിയാക്കാരിയായ സ്ത്രീ, സക്കേവൂസ്, പാപിനിയായ സ്ത്രീ, തളർവാദ രോഗി, ഇങ്ങനെ ആരുമാകട്ടെ, ലാസറിന്റെ കുടുംബം ആരും ആകട്ടെ, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ മനസ്സിലായി ഇനി വേറൊന്നും വേണ്ട, ഈ യേശുക്രിസ്തു മാത്രം മതി എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ശിഷ്യൻ എന്താണ് നിരന്തരം തിരിച്ചറിയുന്നത്? യഥാർത്ഥ മിഷണറിയായ അങ്ങനെ ഒരാൾ യേശു തൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. നിരന്തരം നമ്മുടെ കൂടെ യേശു സഞ്ചരിക്കുന്നു. യേശു തന്നോട് നിരന്തരം സംസാരിക്കുന്നു. ഞാനത് കേൾക്കുകയാണ്. തന്നോടൊപ്പം ശ്വസിക്കുന്നു. നമ്മൾ അറിയുന്നില്ല നമ്മൾ നിരന്തരം ശ്വസിക്കുന്നത്. ആശുപത്രിയിൽ പോയി നമ്മൾ കിടന്ന് ഓക്സിജന് വേണ്ടി നമ്മൾ പൈസ ചെലവാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ ശ്വസിക്കുന്നതിന് എത്ര വിലയുണ്ടെന്ന്. കൊറോണ കാലത്ത് ഒരുപാട് ആൾക്കാർ മനസ്സിലായി. അപ്പൊ ഇന്നലെ എൻ്റെ പുത്രന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവന് ഓക്സിജൻ ഇട്ട് അവിടെ കിടത്തി. അപ്പൊ ഞാൻ കണ്ടു. അപ്പോൾ ഓരോ സമയം ഓക്സിജൻ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ നമ്മളോടൊപ്പം യേശു ശ്വസിക്കുന്നുണ്ടെന്ന്, നമ്മളോടൊപ്പം യേശു അധ്വാനിക്കുന്നുണ്ടെന്ന്, അങ്ങനെ യേശു സജീവമായി നമ്മുടെ കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിൽ വളരുമ്പോഴാണ് നമുക്ക് സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കാനും കഴിയുന്നത് എന്നാണ് ഈ ഫ്രാൻസിസ് പാപ്പ ഈ ഡോക്യുമെന്റിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ജ്ഞാനസ്ഥാനം നൽകി അയക്കപ്പെട്ടവർ എന്ന ഫ്രാൻസിസ് പാപ്പയുടെ എഴുത്ത് വളരെ മനോഹരമായി നമ്മൾ പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കേണ്ട ഒരു എഴുത്താണ് ഇത്. നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെ ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റും കൂടിയാണ്. സുവിശേഷ പ്രഘോഷണം എന്നത് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിന്റെ ഫലമാണ്. ഒന്നത് വായിക്കാവോ? സുവിശേഷ പ്രഘോഷണം എന്നത് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിന്റെ ഫലമാണ്. അപ്പൊ ഈ ഡോക്യുമെന്റ് ഓരോന്നും എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിനോട് വ്യക്തിപരമായ ഒരു ബന്ധം നിരന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ സുവിശേഷം നമുക്ക് ജീവിക്കാൻ പറ്റില്ല, സുവിശേഷം നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഫ്രാൻസിസ് പാപ്പ മാത്രം പറയുന്നതല്ല, ഇത് സഭയുടെ ആരംഭം മുതൽ ഇന്നോളമുള്ള സഭയുടെ പിതാക്കന്മാരും മാർപ്പാപ്പമാരും ഒക്കെ കാലാകാലങ്ങളിലൂടെ അത് കുറേം കൂടി വ്യക്തമാക്കി മനസ്സിലാക്കി വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശുക്രിസ്തുവിനെ അനുദിനം കണ്ടുമുട്ടുന്ന അനുഭവം നമുക്ക് നിരന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കേണ്ട വലിയൊരു ജ്വലനമാണ് എനിക്ക് അനുദിനം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടണമെന്ന തീഷ്ണത. സുവിശേഷ പ്രഘോഷണം എന്ന പോൾ ആറാമൻ പാപ്പയുടെ 1975 ഇറങ്ങിയതാണ്. സുവിശേഷം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിശ്ചയമായും വായിക്കേണ്ട ഡോക്യുമെന്റ് ആണ്. വളരെ വിശദമായി സുവിശേഷ പ്രഘോഷകർക്കുണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഡോക്യുമെന്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 24ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സുവിശേഷവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തി ആ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സന്നദ്ധനാകുന്നു. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി വ്യക്തിപരമായ അനുഭവമുള്ള ഒരാൾ ആ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ നിരന്തരം സന്നദ്ധനാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തി ആ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സന്നദ്ധനാകുന്നു. സുവിശേഷ പ്രഘോഷണം എന്ന ഇതിൽ തന്നെ നമ്മൾ 15ാമത്തെ ഖണ്ഡികയിൽ വായിക്കുകയാണ്, സഭ സുവിശേഷ പ്രബോധകയാണ്. കാരണം സഭയ്ക്ക് ഒറ്റ ദൗത്യമേ ഉള്ളൂ, അത് സുവിശേഷം ജീവിച്ച് പങ്കുവെക്കുക എന്നുള്ളതാണ്. സ്വയം സുവിശേഷവൽക്കരിക്കുന്നതിൽ ആ കൃത്യം ആരംഭിക്കുന്നു. ക്രിസ്തുവിനെ നിരന്തരം സഭ കണ്ടുമുട്ടുന്നതിലൂടെയാണ് ആ കൃത്യം ആരംഭിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടിയതല്ല, അനുദിനം ഈ ക്രിസ്തുവിനെ സഭ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഈ സുവിശേഷ വൽക്കരണ ദൗത്യം ആരംഭിക്കുകയാണ്.
വിശ്വാസികളുടെ സമൂഹം പ്രതീക്ഷയിൽ ജീവിക്കുന്നതും മറ്റുള്ളവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുന്നതുമായിരിക്കണം. അതുപോലെ തന്നെ സഹോദര സ്നേഹത്തിൽ വർത്തിക്കുന്നതും മറ്റുള്ളവർക്ക് സാഹോദര്യത്തിന്റെ മാതൃക കാണിച്ചു കൊടുക്കുന്നതുമായിരിക്കണം. അപ്പൊ സ്വയം ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ആ സ്നേഹാനുഭവത്തിൽ വളരുകയും ആ സ്നേഹാനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ആ സ്നേഹാനുഭവത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരാകുന്നവർക്കാണ് ഈ സുവിശേഷം ഫലപ്രദമായി ജീവിച്ച് പങ്കുവെക്കാൻ കഴിയുന്നതെന്നാണ് ഓർമ്മപ്പെടുത്തുക. രക്ഷകന്റെ വിഷയം എന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ചാക്രിക ലേഖനമാണിത്. ഈ ചാക്രിക ലേഖനത്തിൽ നമ്മൾ 42 വായിക്കുന്നു, പ്രബോധകർ എന്നതിനേക്കാൾ സാക്ഷ്യങ്ങളിലും പഠനങ്ങൾ എന്നതിനേക്കാൾ അനുഭവങ്ങളിലും സിദ്ധാന്തങ്ങൾ എന്നതിനേക്കാൾ ജീവിതത്തിലും പ്രവൃത്തിയിലുമാണ് ജനങ്ങൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അനുദിനം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം പങ്കുവെക്കുമ്പോഴാണ് ആളുകളുടെ ജീവിതം മാറുന്നത്. പഠനങ്ങളും പ്രബോധനങ്ങളും ഈ ഡോക്യുമെന്റ് എല്ലാം വായിച്ചത് കൊണ്ടും ഇങ്ങനത്തെ അവബോധം ഉണ്ടായത് കൊണ്ടും അങ്ങനത്തെ ഒരു തലത്തിൽ നമ്മൾ പ്രഘോഷിച്ചത് കൊണ്ടും ആളുകളുടെ ജീവിതം മാറ്റപ്പെടുകയില്ല, നമ്മുടെ ജീവിതവും മാറ്റപ്പെടുകയില്ല. പക്ഷെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം, യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അത് നമ്മുടെ ജീവിതത്തെ മാറ്റും. ആ ജീവിതം നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏഷ്യയിലെ സഭ 2000 ആണ്ടിൽ ഏഷ്യയിലെ പിതാക്കന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി മാത്രം ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതിയതാണ്. അതിൽ 23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിതാവിന് തൻ്റെ മക്കളോടുള്ളതും യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ പ്രകടമാക്കപ്പെട്ടതുമായ സ്നേഹത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രചോദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയുകയുള്ളൂ. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? പിതാവിന് തന്റെ മക്കളോടുള്ളതും യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ പ്രകടമാക്കപ്പെട്ടതുമായ സ്നേഹത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രചോദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയുകയുള്ളൂ. എത്ര വ്യക്തമായിട്ടാണ് അതിൽ പാപ്പ ഓർമ്മപ്പെടുത്തുന്നത്. പിതാവായ ദൈവത്തിന്റെ മക്കളോടുള്ളതും, എന്നാൽ ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട് ക്രിസ്തുവിൽ നിന്ന് നാം സ്വീകരിച്ച ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിലൂടെ നാം അനുഭവിച്ച ആ സ്നേഹത്താൽ നമ്മൾ നിരന്തരം പ്രോത്സാഹിപ്പിക്കപ്പെടണം, നിരന്തരം പ്രചോദിപ്പിക്കപ്പെടണം. നമ്മുടെ പ്രോത്സാഹനം എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹം എന്താണ്? നമ്മുടെ പ്രചോദനം എന്താണ്? അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അങ്ങനെ നാം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രചോദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കാനുമായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നിരന്തരം നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, യേശുക്രിസ്തുവിന്റെ സ്നേഹത്താലാണോ ഞാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? എൻ്റെ കുടുംബത്തിൽ ജീവിത പങ്കാളിയെ, മക്കളെ, ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും ഞാൻ സ്നേഹിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണോ? ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, ഭവനത്തിലുള്ളവർക്ക്, ചുറ്റുമുള്ളവർക്ക്, ഓഫീസിലുള്ളവർക്കൊക്കെ നന്മ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണോ? ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഞാൻ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഞാൻ പ്രചോദിപ്പിക്കപ്പെടാൻ. അല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊരു ഉന്മേഷമുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രയോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മടങ്ങ് ഉന്മേഷം നമുക്കുണ്ടാകും. ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഏറ്റവും ഒന്നാമതെത്തുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കും, കൈകൊട്ടി. ആ പ്രോത്സാഹനത്തിന്, ആ നന്നായിരുന്നു, വളരെ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെ എത്രയോ കോടിക്കണക്കിന് മടങ്ങാണ് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രചോദിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്ന് ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ജീവിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ സിനഡാനന്തര ഉദ്ബോധനമാണ്. അതിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കാവോ ആരെങ്കിലും? വിശുദ്ധരുടെ തിളങ്ങുന്ന സാക്ഷ്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ഉറക്കത്തിൽ നിന്നും നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിശുദ്ധരായ മനുഷ്യരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രചോദിപ്പിക്കപ്പെടുകയും ജീവിക്കപ്പെടുകയും ചെയ്ത, നമുക്ക് മുമ്പേ പോയ വിശുദ്ധരെ നാം അറിയുന്നത്, മനസ്സിലാക്കുന്നത്, അവരെ വായിക്കുന്നത് ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ഉണർത്താൻ സഹായിക്കുമെന്നാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ തീക്ഷ്ണതയും ജ്വലനവും നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങിപ്പോകുന്ന നമ്മളെ ഉണർത്താൻ നമുക്ക് മുമ്പേ ജീവിച്ച, ഈ സ്നേഹത്തിന്റെ അനുഭവത്തിൽ കത്തി ജ്വലിച്ചു നിന്ന, ഈ സ്നേഹത്തിന്റെ അനുഭവത്തിൽ പ്രചോദിപ്പിക്കപ്പെട്ട് തങ്ങളെ തന്നെ മറന്ന് ജീവിച്ചു പോയ വിശുദ്ധർ, സഭ വിശുദ്ധരെന്ന് വിളിക്കപ്പെട്ട ധാരാളം മനുഷ്യരുടെ ജീവിതങ്ങളെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ
നമുക്ക് ഈ ഒരു സ്നേഹാനുഭവത്തിൽ വളരാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഞാൻ അടുപ്പിച്ച് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകം ഒരു മിനിറ്റ് എൻ്റെ ഇവിടെ നോക്കട്ടെ. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം എന്നെ ഈ ദിവസങ്ങളിലൂടെ വളരെയധികം പ്രാർത്ഥനയിൽ ആഴപ്പെടുത്താൻ, യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളരാൻ എന്നെ സഹായിച്ച ഒരു പുസ്തകം കൂടിയാണ്. അതിൽ നിരന്തരം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് എത്ര മണിക്കൂറുകളാണ് അപ്പസ്തോലന്മാരും ഈശോയുടെ കൂടെ വരുന്ന ബാക്കിയുള്ളവരും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. എല്ലാം ഇപ്പോഴും ഒരുമിച്ച് വരുമ്പോൾ ആദ്യമേ അപ്പസ്തോലന്മാർക്ക് ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ അവർ തന്നെ പറയുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവിന് നന്ദി പറയാം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, യാത്ര ചെയ്യുമ്പോൾ, പരിപാലിച്ചതിനൊക്കെ നന്ദി പറഞ്ഞ ആ പ്രാർത്ഥന യേശുവുമായിട്ടുള്ള അനുഭവമാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്തു വരുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതത്തെ അങ്ങ് മാറ്റുന്നത് എന്ന് ഈ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്നുള്ള ഈ പുസ്തകം സി അലൻ എമേഴ്സ് എഴുതിയ ആ ഒരു പുസ്തകം നമുക്ക് പ്രചോദനം തരികയാണ്. ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ ഒന്നാമത് വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തി യേശുക്രിസ്തുവിനെ നിരന്തരം കണ്ടുമുട്ടുന്ന അനുഭവം നമുക്ക് ഇങ്ങനെ നമ്മളെ ജ്വലിപ്പിക്കണം. ആ കണ്ടുമുട്ടിയ അനുഭവത്തിൽ ജ്വലിച്ച അനേകർ സുവിശേഷങ്ങളിലുണ്ട്. രണ്ടാമത് സഭയുടെ പഠനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. മൂന്നാമത് നമ്മൾ കണ്ടെത്തുന്നത് വിശുദ്ധരെ, ഏതാനും 8ഓളം വിശുദ്ധരെ ഞാനൊന്ന് ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തിയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. ലിമായിലെ വിശുദ്ധ റോസ്, വിശുദ്ധ റോസിന്റെ ജീവചരിത്രം നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ വളരെ, എൻ്റെ കയ്യിൽ ചെറിയൊരു പുസ്തകമാണ് ഞാൻ ഈ ദിവസങ്ങളിലൂടെ വായിച്ച് കടന്നുപോയത്. അത് വായിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ജ്വലിപ്പിക്കും എന്നാണ്. ഒന്ന്, രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ വിശുദ്ധ മണലിൽ മുട്ടുകുത്തി, കൈവിരിച്ചു പിടിച്ച്, കൈവെള്ളയിൽ മുട്ടുകുത്തി, കൈ ഇങ്ങനെ താഴെ വെച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ വളരാനായിട്ട് ഈ വിശുദ്ധ എടുത്ത ചില നിലപാടുകളായിരുന്നു. അങ്ങനെ ധാരാളം രാത്രികളിലെ പ്രാർത്ഥന ഈ വിശുദ്ധയുടെ ജീവിതത്തെ ദൈവസ്നേഹാനുഭവത്താൽ ഇങ്ങനെ ജ്വലിപ്പിച്ചു. ആരും അറിയാതെ, ആരാലും അറിയപ്പെടാതെ നിശബ്ദമായി പ്രാർത്ഥിക്കുക, മൗനം, ഏകാന്തത, ഉപവാസം, പ്രാർത്ഥന, പരസ്നേഹം തുടങ്ങിയ ആത്മീയതയുടെ അടിസ്ഥാന ഘടകങ്ങളുടെ വിളനിലമായിരുന്നു റോസ്. ഇതെല്ലാം ഈ വിശുദ്ധയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമ്മൾ ഈ വിശുദ്ധയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പം നിരന്തരം യേശുക്രിസ്തുവിൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന ഒരു അനുഭവത്തിൽ ഈ വിശുദ്ധ വളർന്നു വന്നു. വലിയ തീഷ്ണമതിയായ ദൈവത്തിൻ്റെ സ്നേഹം സകലരോടും പങ്കുവെച്ച വലിയൊരു വിശുദ്ധയായിരുന്നു ലിമായിലെ വിശുദ്ധ റോസ. അടുത്തതായി നമ്മൾ കാണുന്നത് വിശുദ്ധ ക്ലാര പുണ്യവതിയാണ്. നമുക്കൊക്കെ വളരെ അടുത്ത് പരിചയമുള്ള ഒരു പുണ്യവതി കൂടിയാണ് വിശുദ്ധ ക്ലാര പുണ്യവതി. ആ ക്ലാര പുണ്യവതി എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്കും ഈ സമയം കൂടെ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ, അങ്ങ് എന്നെ നയിക്കണമേ, എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. ഒരുപക്ഷെ ഈ വിശുദ്ധർ ഇങ്ങനെ അവർ ചെയ്ത ചില കാര്യങ്ങൾ നമുക്കത് പ്രയോജനകരമാകും. ഒന്നുകൂടെ വായിക്കാവോ? ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം, വായിക്കുകയല്ല, പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോടൊപ്പം അങ്ങ് നയിക്കണമേ, എല്ലാ പ്രതിസന്ധികളിലും നടക്കുന്ന വഴികളിലെല്ലാം നമുക്ക് നിരന്തരം യേശുക്രിസ്തുവിന്റെ കൂടെ, നേരത്തെ നമ്മൾ വായിച്ചില്ലേ, നാം ശ്വസിക്കുമ്പോൾ നമ്മോടൊപ്പം യേശുക്രിസ്തു ശ്വസിക്കുന്നുണ്ടെന്ന്, നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മോടൊപ്പം യേശുക്രിസ്തു ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന്, നാം സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ നമ്മോടൊപ്പം യേശുക്രിസ്തു സംസാരിക്കുന്നുണ്ടെന്ന്. അത്തരത്തിൽ യേശുക്രിസ്തുവിനോടുള്ളൊരു ബന്ധത്തിൽ ഇങ്ങനെ നീങ്ങി ജീവിക്കുന്ന, മുന്നോട്ട് പോകുന്ന ഒരു പ്രാർത്ഥനയാണിത്. വിശുദ്ധ ക്ലാര പുണ്യവതി തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ വളരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ദൈവവചന വായനയാണെന്ന് തിരിച്ചറിഞ്ഞു. ആത്മീയമായ അനുദിന ആഹാരമാണ് ദൈവവചനമെന്ന് ക്ലാര വിശ്വസിച്ചു. തിരുവചനമായ ഈ ആഹാരം ഒരാളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നും ആത്മാവിന്റെ പ്രാണവായു പ്രാർത്ഥനയാണെന്നും ഈ വിശുദ്ധ തിരിച്ചറിഞ്ഞു.
അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ ഇന്ന് ജീവിച്ച് മുന്നോട്ട് പോകാൻ ധാരാളം വിശുദ്ധരുടെ ജീവിതത്തെ, എല്ലാ വിശുദ്ധരെയും സഹായിച്ചത് ദൈവവചനമാണ്. പണ്ടത്തെ കഴിഞ്ഞും അധികമായി ഇന്ന് നമുക്കുടെയൊക്കെ കയ്യിൽ ഈ വചനമുണ്ട്, അതിന്റെ പഠനങ്ങളുണ്ട്. ഇതെല്ലാം യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ നമ്മളെ സഹായിക്കുകയാണ്. വലിയ വിശുദ്ധനാണല്ലോ രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. മറ്റൊരു യേശുക്രിസ്തുവായി ലോകത്ത് ജീവിച്ച സകല മനുഷ്യരുടെയും ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വലിയ വിശുദ്ധനാണ് അദ്ദേഹം. സർവ്വ ജീവജാലങ്ങളോടും കൂടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച സ്നേഹഗായകനാണ്. എല്ലാവരെയും സഹോദരി സഹോദര എന്ന് വിളിച്ചതാണ്. സൂര്യനെയും ചന്ദ്രനെയും കടിച്ചു കീറാൻ വന്ന ചെന്നായെയും വരെ സഹോദര സഹോദരി എന്ന് വിളിച്ചു. അത്തരത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിൽ നിന്ന് എല്ലാവരെയും സഹോദരങ്ങളായി കണ്ട വലിയ വിശുദ്ധനാണ്. അദ്ദേഹത്തിന് നിരവധി കളിയാക്കലുകൾ, പീഡനങ്ങൾ, കല്ലേറുകൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അവഗണന, പരിഹാസം ഇവയെല്ലാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും വിവരിക്കാൻ കഴിയാത്ത ആനന്ദം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തിരുന്നു എന്ന് ആ വിശുദ്ധന്റെ ജീവചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുന്ന വലിയൊരു മനസ്സ് ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ വിശുദ്ധൻ ലിയോയുമായി, ബ്രദറുമായി ഒരുമിച്ച് പോകുമ്പോൾ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ചേറ് നിറഞ്ഞ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് ചോദിച്ചു, താങ്കൾ തന്നെയാണോ വിശുദ്ധനായ അസീസി എന്ന് വിളിക്കപ്പെടുന്നയാൾ? താങ്കൾ കുറച്ചും കൂടി വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പോയി. ഇത് കേട്ട് ലിയോയ്ക്ക് ദേഷ്യം വന്നു. ഇത്രയും വലിയ വിശുദ്ധനോട് ഉപദേശം കൊടുക്കാനാണ്. അപ്പം ഫ്രാൻസിസ് അസീസി പറയുകയാണ് ലിയോയോട്, ലിയോ ശ്രദ്ധിച്ചോ, എൻ്റെ ദൈവം ചേറിൽ നിന്ന്, ചെളിയിൽ നിന്ന്, പാടത്ത് നിന്ന് കയറി വന്നിട്ട് വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് പോയി. ചെളിയിൽ നിന്ന് കയറി വന്ന മനുഷ്യനിൽ വരെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്തിയിട്ട് ദൈവമാണ് നിരന്തരം തന്നോട് സംസാരിക്കുന്നതെന്ന്, തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന അവബോധം അസിസി ലിയോയ്ക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇങ്ങനെയാകണം. കൊച്ചു കുഞ്ഞാകാം, കുടുംബത്തിൽ ജീവിക്കുന്നവരാകാം, ജോലി സ്ഥലത്തുള്ളവരാകാം, ആരുമാകട്ടെ, അവർ നമ്മോട് സംസാരിക്കുമ്പോൾ അത് യേശുക്രിസ്തു നമ്മോട് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന വിധത്തിലേക്ക് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാം വളരണം എന്നുള്ളതാണ്. നീഗ്രോകളുടെ അപ്പസ്തോലനായ വിശുദ്ധ പീറ്റർ ക്ലേവ് നമ്മുടെ ഈ ദൈവാനുഭവത്തെ, ക്രിസ്തു അനുഭവത്തെ ജ്വലിപ്പിക്കാൻ പര്യാപ്തനായ ഒരു വിശുദ്ധനാണ്. നീഗ്രോകളുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ്. വളരെ ലളിതമായി അടിമയെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച ഒരു വിശുദ്ധനും കൂടിയാണ്. അദ്ദേഹം എല്ലാ ദിവസവും തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി ധാരാളം സമയം പ്രാർത്ഥിക്കുമായിരുന്നു. ദിവ്യകാരുണ്യത്തിനുള്ള യേശുക്രിസ്തുവിലൂടെ ആ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് വളരാൻ അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു. കഠിനമായ തപക്രിയകൾ അദ്ദേഹം നിരന്തരം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ഈ വിശുദ്ധ പീറ്റർ ക്ലേവ് അനുദിനം വളർന്നു വന്നു. ധാരാളം നിഗ്രോകളുടെ ഇടയിൽ അവരെ ക്രൈസ്തവ ജീവിതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ അക്ഷീണം അധ്വാനിച്ച ഒരു വിശുദ്ധനാണ് അദ്ദേഹം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഈ കൃപാവരങ്ങളൊക്കെ സ്വീകരിച്ചു. കഠിനമായ തപക്രിയകളും പ്രാർത്ഥനകളും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അനുദിനം വളരാൻ സഹായിച്ചു. മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ ജെറാർഡ് മെജല്ലോ. വളരെ ലാളിത്യമാർന്ന ജീവിതം നയിച്ച ഒരു സന്യാസിനിയാണ് അദ്ദേഹം. തൻ്റെ നിരന്തര ഉപവാസം അദ്ദേഹം തുടർന്ന് എപ്പോഴും വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. ഇനി അധികാരികളൊക്കെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ആ ഭക്ഷണത്തിൽ കയ്പ് കലർത്തി അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരാനുള്ള വലിയ കഠിനമായ ഒരു ജീവിതക്രമം അദ്ദേഹം പാലിച്ചിരുന്നു. നമ്മൾ ഇതൊക്കെ വിശുദ്ധരെ കണ്ടുപോകുന്നത് എന്താ? ഓരോരുത്തരും ഓരോ രീതിയിലാണ്. നമ്മളെ സംബന്ധിച്ചും ഏത് രീതിയിലാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ആഴപ്പെടാൻ ദൈവം നമ്മളെ പ്രചോദിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തുകയും അത്തരത്തിൽ വളരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ വിശുദ്ധരൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ മരിയ ഗൊരേത്തി നമുക്കൊക്കെ വളരെ കേട്ട് പരിചയമുള്ള വിശുദ്ധയാണ്. വളരെ കുറച്ചു കാലമാണ് ജീവിച്ചത്. ആതിർവാന സ്വീകരിക്കുമ്പോൾ ആ വിശുദ്ധ മനസ്സിലാക്കി, ജീവനേക്കാൾ വിലയുള്ള വലുത് പ്രിയപ്പെട്ട ഈശോ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഒരു കാരണവശാലും ആ നിധി കൈമോശം വരരുത്. തൻ്റെ ജീവനെ കഴിഞ്ഞും വിലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആ നിധിയെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന്
ആ കൊച്ചു പെൺകുട്ടി, പാവപ്പെട്ട വീട്ടിലെ, വളരെ ദരിദ്രയായ വീട്ടിലെ പെൺകുട്ടി തിരിച്ചറിയുകയാണ്. അത് നഷ്ടപ്പെടാതെ ആ വിശുദ്ധ ജീവിച്ചു. തൻ്റെ ജീവനേക്കാൾ അധികം വിശുദ്ധിയെ സ്നേഹിച്ചു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അലക്സാണ്ടർ 14 പ്രാവശ്യം കുത്തി മരണത്തിന്റെ വക്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കുമ്പസാരക്കാരനായ വൈദികൻ വന്ന് ആ അലക്സാണ്ടറോട് ക്ഷമിക്കാൻ പറയുമ്പോൾ ഈ മരിയ കൊരിയത്തി പറയുകയാണ്, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു, അലക്സാണ്ടർ എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നുകൊണ്ടാണ് ആ വിശുദ്ധ മരിയ കൊരിയത്തി അത് പ്രഖ്യാപിക്കുന്നത്. 5-ാമത്തെ പ്രാവശ്യം വിശുദ്ധ കുർബാന ഹോസ്പിറ്റലിൽ വെച്ച് സ്വീകരിച്ച് ആ വിശുദ്ധ ഈശോയുടെ പക്കലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് ആ ഈശോയുമായുള്ള ബന്ധവും ഈശോയോടൊപ്പമുള്ള ജീവിതവുമാണ് പ്രധാനപ്പെട്ടത്. ബാക്കിയൊന്നും ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടതല്ലെന്ന് ഈ വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മറ്റു പലതുമാണ് പ്രധാനപ്പെട്ടത്. ജോലിയാകാം, സമ്പത്താകാം, മറ്റു ബന്ധങ്ങളാകാം. അത് ഫലപ്രദമായി ഭംഗിയായി കൊണ്ടുപോകാൻ യേശുക്രിസ്തുവിനെ ചിലപ്പോഴെങ്കിലും നമ്മൾ കൂട്ടുപിടിക്കുമോ? അങ്ങനെയല്ല, യേശുക്രിസ്തുവാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. മറ്റൊരു വിശുദ്ധനെ നമുക്ക് പരിചയമുള്ളതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. നീണ്ട മണിക്കൂർ വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെയും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും ഒക്കെ പേര് പറയുമ്പോൾ ഞാൻ 2003 ലോക യുവജന സമ്മേളനത്തിന് ജർമ്മനിയിൽ പോയപ്പോൾ ജിസ്യൂത്തിന്റെ കൂട്ടായ്മയിൽ ഞാൻ പങ്കുചേർന്നപ്പോൾ അതിന്റെ ഭാഗമായി ഈ വിശുദ്ധരെയൊക്കെ അടുത്തുപോയി. അന്ന് 10-22 വൈദികരുണ്ടായിരുന്നു. അവർ തന്നെ വിശുദ്ധ ജോൺ വിയാനിയുടെ വിശുദ്ധന്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ചോദിച്ച് എന്നെയും കൂടെ അവർ കൂട്ടിക്കൊണ്ടുപോയി ഈ വിശുദ്ധന്റെ അടുത്ത്. അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ കത്തിപ്പോയ കട്ടിലും ആ വിശുദ്ധനായ മനുഷ്യൻ ജീവിച്ച സ്ഥലവുമൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ തന്നെ ദൈവസ്നേഹത്തിന്റെ വലിയൊരു അഗ്നി നമ്മുടെ ഉള്ളിൽ വളരുന്നത് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തെ നിഷേധിച്ച് ജീവിച്ച ഒരു പറ്റ മനുഷ്യരെ, ഒരു വില്ലേജിലെ മനുഷ്യരെ മുഴുവൻ ഈ വിയാനി അച്ഛൻ തൻ്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് മാറ്റി എന്നുള്ളതാണ്. നീണ്ട മണിക്കൂറുകൾ ദേവാലയത്തിൽ സക്രാരിന് മുമ്പിൽ രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. കള്ള് ഷാപ്പിൽ കടന്നു ചെന്നു, ചീട്ട് കളിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ഓരോരുത്തരുടെയും പക്കൽ കടന്നു ചെന്ന് അവരെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ കുമ്പസാരക്കൂട്ടിലൂടെ ദൈവത്തിന്റെ സ്നേഹം പങ്കുവെച്ചു. കുമ്പസാരക്കൂട്ടിലെത്തുന്നവർ ഭയപ്പെട്ടാൽ അവരെ ആ ഭയത്തിൽ നിന്ന് മാറ്റി ശാന്തമായി സ്വസ്ഥമായി കുമ്പസാരിക്കാൻ അവരെ സഹായിച്ചു. അവർ മറന്നുപോയ പാപങ്ങൾ വരെ അവരെ ഓർമ്മപ്പെടുത്തി ഈ വിശുദ്ധൻ ദൈവസ്നേഹാനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. ഓരോ കുമ്പസാരക്കൂടും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന കുമ്പസാരക്കൂടാണ്. കുടുംബമായി ജീവിച്ച, കുഞ്ഞിനു വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ വിശുദ്ധയാണ് വിശുദ്ധ ജിയന്ന. ഡോക്ടറായിരുന്നു. തൻ്റെ കുഞ്ഞിന്റെ ജീവൻ നൽകാൻ വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ വിശുദ്ധയാണ്. തൻ്റെ കുടുംബത്തിലെ സന്ധ്യാപ്രാർത്ഥനയിൽ അദ്ദേഹവും ജീവിത പങ്കാളിയും കുടുംബം മുഴുവനും ഏറെ സമയം ചെലവഴിച്ചു. ഈ സന്ധ്യാപ്രാർത്ഥന യേശുക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ വളരാൻ അവരെ സഹായിച്ചു. കുടുംബ പ്രാർത്ഥനയാണ് ഈ ജിയനയെ, കൊച്ചു ജിയനെ ആയിരിക്കുമ്പോൾ മുതൽ പ്രാർത്ഥനയുടെ മഹാത്മ്യം അറിഞ്ഞ് പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരാനായിട്ട് സഹായിച്ചത് എന്ന് നാം വായിക്കുകയാണ്. അവസാനമായി വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ തോമസ് അക്കംബീസ്, ഈ വിശുദ്ധനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്വാനുകരണം എന്ന ഗ്രന്ഥം ഈ വിശുദ്ധനിലൂടെയാണ് ലോകത്തിന് കൈവന്നിരിക്കുന്നത്. നമ്മൾ അമേരിക്കയിലുള്ള നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും ഈ ക്രിസ്ത്വാനുകരണം വായിച്ച് നമ്മൾ അനുദിന പ്രാർത്ഥന നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് ഓരോന്നും വായിക്കുമ്പോൾ അറിയാം നമ്മുടെ ഹൃദയം എങ്ങനെ ജ്വലിക്കും, നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തും. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാൻ, പുണ്യത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ക്രിസ്ത്വാനുകരണം വലിയൊരു വഴികാട്ടിയാണ്. ഈ വിശുദ്ധൻ നിരന്തരം രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം തൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് തന്നിൽ വന്നുപോയ തെറ്റ് കണ്ടെത്തി അത് തിരുത്തി കൂടെ കൂടെ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: സുവിശേഷവൽക്കരിക്കപ്പെട്ട വ്യക്തി സുവിശേഷം പ്രഘോഷിക്കുമെന്നാണ്. ഒന്ന് ഒരുമിച്ച് ആ വാക്കൊന്ന് പറയാമോ? നമ്മൾ ഓരോരുത്തരും സുവിശേഷവൽക്കരിക്കപ്പെട്ടോ. നമുക്കറിയാം, കുയിൽ എന്ത് ചെയ്യും? പാടും.
വേറെ മാർഗമൊന്നുമില്ല. അത് എപ്പോഴായാലും വാ തുറന്നാൽ പാടുകയുള്ളൂ. മയില് മഴക്കാറ് കണ്ട നൃത്തമാടും, പട്ടി കുരയ്ക്കും. ക്രിസ്ത്യാനിയായ നാം എന്തു ചെയ്യുന്നു? യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെക്കുന്നവരാണോ നാം? നിരന്തരം ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുകയും ആ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്നവരാണോ? ഇതും നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ വായിക്കാം. ആയിത്തീരാതെ ആർക്കും ആക്കി തീർക്കാനാവില്ല. ഒന്ന് വായിച്ചേ. ആയിത്തീരാതെ ആർക്കും ആക്കി തീർക്കാനാവില്ല. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആയിത്തീരാതെ നമുക്ക് മറ്റൊരാളെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആക്കി തീർക്കാനാവില്ല. നമ്മുടെ ജീവിത പങ്കാളിയെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുന്ന ജീവിത പങ്കാളിയാക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കണം. നമ്മുടെ മക്കളെ യേശുക്രിസ്തുവിന്റെ സ്നേഹാനുഭവത്തിൽ വളർത്തണമെങ്കിൽ നാം യേശുക്രിസ്തുവിന്റെ സ്നേഹാനുഭവത്തിൽ വളരണമെന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പ്രായോഗികമായ ചില മാർഗങ്ങൾ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ നമ്മൾ ചില കാര്യങ്ങളൊന്ന് കണ്ടുപോവുകയാണ്. ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ITക്ക് പോകുന്ന സമയത്താണ് അവിചാരിതമായി ഒരു കൺവെൻഷന് പോകുന്നത്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പോയി. മഞ്ഞാക്കലച്ചൻ്റെ ഒരു കൺവെൻഷനാണ്. ബ്രെഡും വെള്ളവും കഴിക്കാനാണ് ഞാൻ പോയത്. പക്ഷെ അത് കഴിഞ്ഞ് ജിസുവിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി. അപ്പം നിരന്തരം എല്ലാ ആഴ്ചയും ചെല്ലുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ചിലതാണ്. വ്യക്തിപരമായി പ്രാർത്ഥിച്ചോ ഈ ആഴ്ച? ഓരോരുത്തരും അത് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ വളരാനായിട്ട് എന്നെയും സഹായിച്ചു. വളരെ ശാന്തമായി ഒറ്റയ്ക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കുക, യേശുവിനോട് സംസാരിക്കുക. 2 അനുദിന ദൈവവചന വായനയാണ്. അനുദിനം ദൈവത്തിന്റെ വചനം വായിക്കുകയും ഇതും പ്രാർത്ഥന ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നിരന്തരം ചോദിക്കുന്ന ഈ ദിവസം ഏതോ വചനം വായിച്ചേ. ചിലപ്പം ഒരു ഭാഗം നമുക്ക് തരും. മർക്കോസിന്റെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായം ഈ ഒരാഴ്ച മുഴുവൻ വായിക്കണം. പ്രാർത്ഥനാ ഗ്രൂപ്പിലും പല പ്രാവശ്യം ഈ ദൈവവചനങ്ങൾ വായിക്കും. അപ്പൊ അത് വായിക്കുകയും തുടർന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഒരു ദൈവത്തോടുള്ള ഒരു സ്നേഹം വളർന്നപ്പോൾ POCയിൽ പോയി ഞാനൊരു 10-17ഓളം ദൈവവചന പഠനവുമായി ബന്ധപ്പെട്ട കോഴ്സിൽ പങ്കുചേർന്നു. മതാധ്യാപകനായി പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ കുറേയും കൂടി വായനയും പഠനവും ആരംഭിച്ചു. ഇപ്പോൾ നമ്മുടെ ആൽഫയിൽ തിയോളജി കോഴ്സ് BTH ചെയ്യുന്നുണ്ട്. ആലുവ മംഗലപ്പുഴ സെമിനാരിൽ 2 പ്രാവശ്യം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള കോഴ്സിൽ. ഇതൊക്കെ ദൈവവചനം നമ്മളെ കൂടുതൽ ആഴത്തിൽ വളരാൻ സഹായിക്കും. നമ്മൾ വായിക്കണം. 3, ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് അനുദിനം നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓരോ കൊച്ചു കാര്യങ്ങളും ദൈവം നമുക്ക് തന്ന ഓരോ കൊച്ചു കാര്യങ്ങളിലെയും ഓർത്ത് എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. 4, ഉപവാസവും നോമ്പും നമ്മുടെ ആരോഗ്യമനുസരിച്ച് സഭ നിഷ്കർഷിക്കുന്നതനുസരിച്ച് ഉപവാസവും നോമ്പും ഒക്കെ ക്രിസ്തു അനുഭവത്തിൽ വളരാൻ നമ്മളെ സഹായിക്കും. മറ്റൊന്നാണ് അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കുചേരുക. ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാതിരിക്കാനായിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. ഞാൻ കാസർഗോഡ് നിന്ന് അങ്കമാലിയിലേക്ക് താമസം മാറ്റിയ പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ കഴിയുക, അടുത്തടുത്ത് കുമ്പസാരിക്കാൻ കഴിയുക. ഇവിടെ ഈ വർഷം ഞാൻ നോക്കിയാൽ മിഷനിലേക്ക് യാത്ര ചെയ്ത 4-5 ദിവസം ട്രെയിനിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. ബാക്കി എല്ലാ ദിവസവും ഞാനും കുടുംബം മുഴുവനും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക്. ഇന്ന് ഇത് എൻ്റെ ഭാര്യയും 2ാമത്തെ ആളും ആശുപത്രിയിലാണ്. മൂത്ത പുത്രൻ സെമിനാരിക്കാരൻ, അവൻ വേറൊരു ആശുപത്രിയിൽ തീരുമാനമായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പം മമ്മിയും ഞാനും പിള്ളേരുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. പക്ഷേ ഇന്ന് കുർബാനയ്ക്ക് രാവിലെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ 10:30 ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയിൽ കുർബാനയുണ്ട്, അപ്പോൾ പോകാൻ പറ്റും. അപ്പം അനുദിനം വിശുദ്ധ കുർബാന യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ വളരാൻ സഹായിക്കും. കുമ്പസാരം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായൊരു ഗുണം, ഞാനും കുടുംബവും ഒരുമിച്ച് ആഴ്ചയിൽ 1 2 ആഴ്ച കൂടുമ്പോഴോ, ഇവിടെ തൊട്ടടുത്ത് ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഒരു 1/2 കിലോമീറ്റർ ഇല്ല, അവിടെ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം കുമ്പസാരമാണ്. ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ഒരുങ്ങിപ്പോയി കുമ്പസാരിക്കും. അത് ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിൽ നമ്മളെ വളരാൻ സഹായിക്കും. കാരണവർമാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കുടുംബം ഒരുമിച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സ്നേഹാനുഭവത്തിൽ വളരാനായിട്ട് പറ്റും. കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുക, പരസ്പരം സ്തുതി ചൊല്ലി നമ്മൾ ആ പ്രാർത്ഥനയിൽ ദൈവസ്നേഹം പങ്കുവെക്കുക. 8ാമതായി, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്തുക. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്
നന്ദി പറയുക, നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. നമ്മുടെ സാധാരണ ഒരു പ്രൊഫഷൻ പോലെയല്ല, നമുക്ക് അത്ര കേട്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ഞാൻ അറിയത്തില്ല. പക്ഷെ ഇതൊരു ആഴമാണ്. ക്രിസ്തു സ്നേഹാനുഭവത്തിൽ വളരാനായിട്ട് നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ കഴിഞ്ഞ വീട്ടിലുള്ള എല്ലാവരുടെ മുമ്പിൽ നിന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, സ്നേഹത്തോടെ കവിളിൽ ചുംബിക്കുക. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ, അത് മക്കളുടെ മുമ്പിൽ വെച്ച്, എത്ര പ്രായമായാലും മാതാപിതാക്കൾ മക്കൾക്ക് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് അത് പങ്കുവെക്കുന്ന ഇടമായി നമ്മുടെ കുടുംബ പ്രാർത്ഥന മാറണം. പരസ്പരം വന്നുപോയ വീഴ്ചകൾക്ക് പരസ്പരം സോറി ചോദിക്കാനും നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമ്മൾ സമയമെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതാനും സമയം ഒന്ന് പ്രാർത്ഥിക്കാനും കൂടി സമയമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാതെ നമുക്കാർക്കും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കാനാവില്ല. നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ മനുഷ്യരുടെ ജീവിതം മാറിയതുപോലെ ഈശോയെ, അങ്ങേ അനുദിനം കണ്ടുമുട്ടി എൻ്റെ ജീവിതത്തെ അനുദിനം രൂപപ്പെടുത്തണമേ നിന്റെ സ്നേഹത്തിൽ. നിന്റെ സ്നേഹത്താൽ ഞാൻ പ്രചോദിപ്പിക്കപ്പെടാൻ, നിന്റെ സ്നേഹത്താൽ ഞാൻ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ, അങ്ങനെ ഞാൻ എന്നെ തന്നെയും എൻ്റെ ചുറ്റും ജീവിക്കുന്ന ഓരോരുത്തരെയും വളരെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിച്ച് ശുശ്രൂഷിക്കാൻ എനിക്ക് കൃപ തരണമേ. ഞാൻ ഇന്ന് പ്രത്യേകമായ വിധത്തിൽ കടന്നുപോയ ഓരോ വിശുദ്ധരും ദൈവസ്നേഹത്തിൻ്റെ ആഴമായ അനുഭവത്തിൽ ജീവിച്ചതുപോലെ ഞങ്ങളും ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴമായ അനുഭവത്തിൽ ജീവിക്കാനും വളരാനും ആ വിശുദ്ധരുടെ വലിയ മാധ്യസ്ഥം കൂടി ഞങ്ങൾ തേടുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴമായി ജീവിച്ച പരിശുദ്ധ അമ്മയുടെയും ദൈവത്തിൻ്റെ സ്നേഹം ഉറക്കത്തിൽ പോലും തിരിച്ചറിഞ്ഞ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ജീവിതം സമർപ്പിച്ച അപ്പസ്തോല ഗണം മുഴുവൻ്റെയും, ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ച് കടന്നുപോയ എല്ലാ വിശുദ്ധരുടെയും, വിശുദ്ധ ജോൺ ബോൾ പാപ്പയാകാം, വിശുദ്ധ മദർ തെരേസയാകാം, വിശുദ്ധ അൽഫോൻസാമ്മയാകാം, വിശുദ്ധ കൊച്ചുറേസിയാകാം, ഇങ്ങനെ ഞങ്ങൾ കണ്ടുപോകുന്ന ഓരോ വിശുദ്ധരും ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജ്വലിച്ചു നിന്നവരാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം അനുദിനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാകാൻ, ഞങ്ങൾ ശ്വസിക്കുമ്പോൾ ആ സ്നേഹാനുഭവം ശ്വസിക്കാൻ, ഞങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ആ സ്നേഹാനുഭവത്തിൽ കാലെടുത്ത് വെക്കാൻ, ഞങ്ങൾ ഓഫീസിൽ എത്തുമ്പോൾ ആ സ്നേഹാനുഭവത്തിൽ നിന്ന് ജോലി ചെയ്യാൻ, ഞങ്ങൾ വീട്ടിലെ അടുക്കളയിൽ അടുപ്പത്തരിയിടുമ്പോൾ അത് ഈ ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിൽ നിർവഹിക്കാൻ, ഞങ്ങൾ കുളിക്കുമ്പോൾ പല്ലു തേക്കുമ്പോൾ എല്ലാം ഈ സ്നേഹാനുഭവത്തിൽ നിർവഹിക്കപ്പെടാൻ, ഞങ്ങൾ പുഞ്ചിരിക്കുന്നത്, ഞങ്ങൾ ഒരു വാക്ക് പറയുന്നത്, ഞങ്ങൾ കണ്ണടച്ചുറങ്ങുന്നത് പോലും ഈ സ്നേഹാനുഭവത്തിലായി തീരാൻ യേശുക്രിസ്തുവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ അനുദിനം ആഴപ്പെടാൻ ഞങ്ങളുടെ കരം പിടിക്കണമേ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ബലപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണം, അഭിഷേകം പറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടൊപ്പം സഞ്ചരിക്കുകയും എന്നോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന യേശുവേ, നിരന്തരം അങ്ങയോടൊപ്പം ആയിരിക്കാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചു വളരാനും ഞങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ നന്നായിട്ട്, വളരെ ആഴമായിട്ടുള്ള ഒരു ഭാഗം ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സുവിശേഷത്തിലൂടെയും CCCയിലൂടെയും വിശുദ്ധരുടെ ജീവിതത്തിലൂടെയും ഞങ്ങൾക്ക് വളരെ നന്നായി പറഞ്ഞു തന്ന ഷിജുവിന് വളരെ നന്ദി. ദൈവത്തിന് സ്തുതി. കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹത്താൽ ഷിജുവിനെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛാ,
അച്ഛാ ഒരു വാക്ക് പറയുകയും അച്ഛൻ ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തരണേ. തീർച്ചയായിട്ടും വളരെ 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 ഹൃദയസ്പർശിയാണ്. കാരണം ഓരോ ദിവസവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്ന അനുഭവം പോലെ നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ ബോധ്യപ്പെട്ടു. ഈശോയെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചു, അത് അവിടെ പങ്കുവെക്കുകയായിരുന്നു. ആ തീക്ഷ്ണത അതിൽ കാണുവാനുണ്ടായിരുന്നു. പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെയും ജീവിതങ്ങൾ അതുപോലെ ജ്വലിക്കുന്നതായി മാറട്ടെ. ജ്വലിക്കുക മാത്രമല്ല, നമ്മുടെ ആ ജ്വലനത്തിലൂടെ മറ്റുള്ളവരെയും ആ ഈശോയുടെ അഗ്നിയിലേക്ക്, ആത്മാവിന്റെ അഗ്നിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, അവിടെ നിന്നാണ് പ്രിയപ്പെട്ട ഷിജു ജോസഫിലൂടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയെ അറിയുക, സ്നേഹിക്കുക, പങ്കുവെക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതം തന്നെ അത് പ്രേക്ഷിതമാണ്. അത് അനുഭവിച്ചെന്നാലേ നമ്മൾ പങ്കുവെക്കുവാൻ സാധിക്കുകയുള്ളൂ. പല കാരണങ്ങളെല്ലാം പറഞ്ഞു. കർത്താവായ ഈശോയെ കൂടുതൽ ഓരോ ദിവസവും കൂടുതൽ ആഴപ്പെടുവാനായിട്ട്, ആ സ്നേഹത്തിൽ ജ്വലിക്കുവാനായിട്ട്, അത് പങ്കുവെക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവ് ഒരു അത്യുന്നതിന്റെ ശക്തി നമ്മിൽ ആവസിക്കും. ആ വചനത്തിന്റെ അഭിഷേകത്തെ നിറയണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പരിശുദ്ധ അമ്മ ആത്മാവിൽ ജ്വലിച്ചതുപോലെ, അത് പങ്കുവെച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മൾക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ. അതുപോലെ ഔസേപ്പിതാവിന്റെ, അതുപോലെ സകല വിശുദ്ധരുടെയും, രക്തസാക്ഷികളുടെ, മുഖ്യദൂതന്മാരുടെ, കാവൽ മാലാഹയുടെ ഒക്കെ പ്രത്യേക മാധ്യസ്ഥം നമ്മൾക്ക് ലഭിക്കട്ടെ. നമുക്ക് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ശ്രീ ജോസഫിന്റെയും കുടുംബത്തെയും ഈ ആശുപത്രിയിൽ എന്ന് പറയുണ്ടായവർക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കട്ടെ എന്ന് വിധിയും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആത്മാവിന്റെ അഗ്നിയാല് നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഓരോരുത്തരും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശംസിയാക്കി സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഷൈനി. നമ്മള് എന്താണ് പറയുക, എല്ലാരും നന്ദി പറഞ്ഞു. രാജിക്കുട്ടി ചേച്ചി ആണെങ്കിലും നന്ദി പറഞ്ഞു. പക്ഷെ എങ്കിലും പറയട്ടെ, വളരെ വളരെ നന്നായിട്ട് അൽമായ പ്രേക്ഷിതത്വത്തെ കുറിച്ച് നമ്മൾ ഈശോനെ അറിയണം, സ്നേഹിക്കുക, അനുഭവിക്കുക, അതിലൂടെ അത് കഴിഞ്ഞ് നമ്മൾ പങ്കുവെക്കുക എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമുക്ക് വളരെ കാര്യമായിട്ട് എടുത്തു തന്ന ഷിജുവിനെ ഒത്തിരി നന്ദി പറയുകയാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഷിജു ഇപ്പോൾ അവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എങ്കിലും എങ്ങനെ അറിഞ്ഞ യേശുവിനെ എങ്ങനെ പങ്കുവയ്ക്കാം ഏത് സാഹചര്യത്തിലും എന്ന് ഷിജു നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പം നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നോക്കാം. അതുപോലെ തന്നെ പല വിശുദ്ധരുടെയും കാര്യങ്ങള് ഷിജു സൂചിപ്പിക്കുകയുണ്ടായി. സെയിന്റ് ക്ലെയർ, വിശുദ്ധ അസീസി, മരിയ ഗൊറേത്തി, അങ്ങനെ പലരുടെയും നമുക്ക് മുന്നില് അങ്ങനെ പല വിശുദ്ധരെയും നമുക്ക് കാണിച്ചു തന്ന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഓരോ ജീവിത സാഹചര്യങ്ങൾ, നമ്മളും ഒക്കെ വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കടന്നുപോയ വിശുദ്ധരെക്കാളും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ അറിഞ്ഞ്, സ്നേഹിച്ച്, അനുഭവിച്ച്, പങ്കുവെച്ച് നമുക്ക് വിശുദ്ധരാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഷിജു ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി പറയുകയാണ്. ഇതിനേക്കാൾ ഏറെയായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരെയും, വളരെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ചലഞ്ചസും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെന്നറിയാം. പക്ഷെ എങ്കിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി വരുന്നതിനെ ഓർത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ ഓർത്തും നന്ദി പറയുന്നു. അച്ഛ പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛന്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഒരു എൻകറേജിങ് ആണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടിയും അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റർക്കും നന്ദി. ഒരു സിസ്റ്റർ ഉണ്ട്, അച്ഛനുണ്ട് ഒക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ്, ഒരു ത്രില്ലാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകമായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ കൊച്ചു വരെയും പഠിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്. നിത്യയുടെ കുട്ടി അത് ഇപ്പോഴേ തന്നെ പഠിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അത് നന്നായി വരട്ടെ. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണുന്നത് വരെ ദൈവം നമ്മളെ നടത്തട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഷൈനി. ഒന്ന് രണ്ട് കാര്യം ചേച്ചിയിലേക്ക് പോവാം. സിസ്റ്റർ ജിജി ഞങ്ങളോട് എന്തെങ്കിലും സിസ്റ്ററെ പറഞ്ഞോ.
ഒത്തിരി നന്നായിരുന്നു. ഒത്തിരി അനുഭവം, ഒത്തിരി കാര്യങ്ങൾ തന്നെ കൂടുതലായിട്ട് ആഴപ്പെടാൻ നമുക്ക് എന്തുമാത്രം തീക്ഷ്ണത ആവശ്യമുണ്ടെന്നുള്ളത് ആ ക്ലാസ്സിലൂടെ ടീച്ചറുടെ ക്ലാസ് ഒത്തിരി ആ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക ശരിക്കും. അതിനൊത്തിരി നന്ദിയുണ്ട്. ഇത് കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കുവാനും പ്രേക്ഷിതരായി നമ്മൾ ഓരോരുത്തരും പ്രേക്ഷിതരാണ്. അത് കൂടുതൽ പ്രേക്ഷകരോടുകൂടി ചെയ്യുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്ററെ. ഒന്ന്, നിങ്ങൾ പരമാവധി ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ വിചാരവികാരങ്ങൾ ഒന്ന് പങ്കുവെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കത് പ്രയോജനമാണ്, അത് കേൾക്കുന്നവർക്കും പ്രയോജനമാണ്. ഞാൻ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോയി. ഇന്നലെ ആശുപത്രിയിൽ പോയി. ഞാൻ ചെന്നപ്പോഴേ സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന്. കാരണം ഇന്നലെ രാവിലെ ചെന്ന് ഞാൻ 9 മണിക്ക് ചെന്നപ്പോൾ മുതൽ വൈകുന്നേരം 8-9 മണി വരെ അടുത്ത 2 കാര്യങ്ങളുടെ സ്ലൈഡ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഈ പറയുന്നതെല്ലാം വീണ്ടും വീണ്ടും വായിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ കൂടുതൽ അത് ആഴപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ കേട്ട ക്ലാസ്സിൻ്റെ വെളിച്ചത്തിൽ കിട്ടിയ ബോധങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യണം. അതെന്തിനാന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് വളരാൻ സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഞാനിപ്പം തന്നെ ഷായുട്ടി ചേച്ചിക്കോ ജസ്റ്റിൻ ആൻറ്റിക്കോ ഇതിൻ്റെ സ്ലൈഡ് പ്രസൻറ്റേഷൻ അയച്ചു കൊടുത്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ലൈഡായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അത് കൂടുതൽ അതിൽ വളരാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നല്ലതുപോലെ ഇതിൽ ആഴപ്പെട്ടാൽ അടുത്ത് 4 പില്ലർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വന്നതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഷിജു, ഒരു കാര്യം ചോദിച്ചോട്ടെ? യോഹന്നാൻ ശ്ലീഹ ഏറ്റവും അവസാനം സാധാരണ മരണം വരിച്ചു എന്നതാണ്. അപ്പൊ ഈ എണ്ണയിലിട്ടിട്ട് അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ഒരു ഇൻസിഡന്റ് തെർത്തുല്യൻ പറഞ്ഞതായിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഇത്രയും കാര്യങ്ങളെ എനിക്കും അതറിയാം. എൻ്റെ ബാക്കി ഡീറ്റെയിൽ അറിയത്തില്ല. അത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട്, അതായത് എണ്ണയിട്ട് പൊരിച്ചു ചെന്നിട്ട് പാർത്തസ് ദ്വീപിലേക്ക് നാട് കടത്തി. പക്ഷേ അവിടെ ചെന്നിട്ടും ഇത് എപ്പോഴും ദൈവസ്നേഹത്തെ കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കസേരയിലൊക്കെ എടുത്ത് യോഹന്നാൻ ശ്ലീഹയെ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ജനക്കൂട്ടം ഒരുമിച്ച് കൂടെ യോഹന്നാൻ ശ്ലീഹ ആകപ്പാടെ പറയുന്നത് ദൈവം സ്നേഹിക്കുന്നു മാത്രമേ, വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ ആ വാക്ക് ജനത്തെ ഇങ്ങനെ കേൾക്കുന്ന ആളുകളെ മുഴുവൻ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം യോഹന്നാൻ ഈശോയുടെ സ്നേഹം അതുപോലെ ആഴപ്പെട്ട് അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ്. അതാണ് ഇവിടെ പറയാനായിട്ട് പരിശ്രമിക്കുന്നത്. നമ്മൾ മുഴുവൻ ഇന്ന് പറയാൻ പരിശ്രമിച്ചതാണ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇങ്ങനെ ആഴപ്പെട്ട ആൾ വെറുതെ നിന്നു കൊടുത്താൽ മതി, വെറുതെ നിന്നാൽ മതി, നമ്മളിൽ നിന്ന് ആ സ്നേഹം ഇങ്ങനെ പ്രസരിച്ചുകൊള്ളും, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കുന്നു. യോഹന്നാൻ ശ്ലീഹ അങ്ങനെ ആയിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽ വെച്ച് ഞാൻ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും എൻ്റെ സമയം അനുവദിച്ചാൽ ഞാനത് കണ്ടെത്തി ഞാനത് ഒന്നും കൂടെ പറയാനായിട്ട് പരിശ്രമിക്കും. അതെ, തെർത്തുല്യൻ്റെതാണ് അതെന്നുള്ള, പക്ഷെ അത് വയ്ക്കും ചിലതുണ്ട്. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാനോ ചോദിക്കാനോ സംശയം ഉണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതുപോലെയൊക്കെ ഒന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാ വിശുദ്ധരെ പോലെയും അതെ, ഓരോ ദിവസവും മെച്ചപ്പെടുത്താൻ നോക്കാം. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധരായിക്കൊണ്ടിരിക്കുക.